ഹായ് നമസ്കാരം. ബിബിയുമായി കുറിച്ചിട്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലേ. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ബിബിയുമ ഒരു തരംഗമാണ്. അതായത് ബിഗ് ബോസ് ഉമ്മ എന്നാണ് അവരെ ഇപ്പൊ വിളിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 1 തൊട്ട് ബിഗ് ബോസിന്റെ വലിയൊരു ഫാനാണ് ഈ ഉമ്മ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാണും, അതിനെ കൃത്യമായിട്ട് വിലയിരുത്തും. അത് നല്ല ഹാസ്യം കലർന്ന രീതിയിലാണ് ഈ ഉമ്മയും മകനും ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ചില വിലയിരുത്തുകൾ. ഈ ഒരു പ്രോഗ്രാം ഏഷ്യനെറ്റും നമ്മുടെ ലാലേട്ടനൊക്കെ കണ്ടതിന് ശേഷം ബിബിയുമായ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിരുന്നു. ബിബിയുമ നേരിട്ട് ലാലേട്ടനെ കണ്ടു, ലാലേട്ടനുമായിട്ട് നിന്ന് സംസാരിച്ചു, സെൽഫി എടുത്തു. അങ്ങനെ വലിയ രീതിയിൽ വൈറലായിട്ടുള്ള ഈ ബിബിയുമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡൂടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ബിബിയുമയുടെ ബിഗ് ബോസിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ പറയുന്നത് വളരെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള വാക്കുകൾ, പെട്ടെന്നാണ് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. കാരണം ഈ ഒരു പ്രായത്തിലും ഉമ്മാടെ ആ ഒരു ഒരു സെൻസ് അല്ലെങ്കിൽ ഉമ്മാടെ ആ ഒരു ഹ്യൂമറൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു താരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബിബിയുമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ദീപാവലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എപ്പിസോഡ് ഇപ്പോൾ ലാലേട്ടൻ്റെ നടക്കുന്നുണ്ട്. അപ്പം സാധാരണ ഈ കണ്ടസ്റ്റൻസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ബിബിയുമ ഉടനടി ഫോൺ എടുക്കാൻ നേരെ ലാലേട്ടന് മെസ്സേജ് അയക്കും. ഇന്ന് മറ്റേ ശരത്തിനെ പൊരിക്കണം, അല്ലെങ്കിൽ ഇന്ന് പിന്നെ നൂറായെ പൊരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിബിയുമയുടെ മെസ്സേജുകൾ ലാലേട്ടൻ ഇങ്ങനെ വിടാറുണ്ട്. പക്ഷേ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും, നിങ്ങൾ ചിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നാച്ചുറലായിട്ട് ഉള്ള കാര്യങ്ങൾ സ്പോട്ടിൽ ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ബിബിയുമ. അപ്പൊ ബിബിയുമയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് നമുക്കൊന്ന് പോയി കണ്ടാലോ. പോവാം. ലാലേട്ടൻ വന്നമ്മ ഇതെന്തോ വെള്ള സാരി കൊടുത്തോണ്ടിരിക്കുന്ന തിരുവനന്തപുരം ഉണ്ടായിരുന്ന അല്ലെന്നെ ദീപാവലി സ്പെഷ്യൽ ആയതുകൊണ്ട് ലാലേട്ടൻ കണ്ടില്ലേ വെള്ള ചുപ്പട്ടോണ്ട് ഞാൻ വെള്ള സാരി കൊടുത്തു. വെള്ള സാരി സെറ്റാടാ. എന്നിട്ട് മറ്റേന്തി സെറ്റ് സാരിയാടാ പൊട്ട, സെറ്റ് സാരി. ഓ അത് ശരിയാ. ഇതിനകത്ത് എന്തോ ആയി? അതിനകത്ത് അനുവിനെ ലാലേട്ടൻ പൂത്തിരി കത്തിച്ച് തമ്പുരാട്ടിയെ പിടിച്ച് വക്കീലാക്കി. അടിപൊളി. എന്നിട്ട് അതിനകത്ത് പാവ പോയതിനെ കുറിച്ചൊക്കെ അതിനകത്ത് വിചാരണ നടക്കുന്നു. ആളെ കിട്ടിയോ? ആളെ കിട്ടുമ്പോഴത്തേക്ക് അവിടെ പിന്നെ അമിട്ട് പൊട്ടിക്കാനായിട്ട് ഇരിക്കുക. ദീപാവലി അല്ലയോടാ, അമിട്ട് പൊട്ടിക്കാനായിട്ട് ഇരിക്കുക. ആളെ കിട്ടിയ ഉടനെ ലാലേട്ടൻ. അയ്യോ, നിങ്ങൾ പറഞ്ഞത് ഈ ആഴ്ച നെവിൻ പോകുമെന്നല്ലേ പറഞ്ഞേ? അല്ല, നെവിൻ നല്ലപോലെ കളിക്കുന്നടാ. നെവിൻ പോണ്ട, പിന്നെ തമ്പുരാട്ടി പോലെ ആയിരിക്കും നല്ലത്. അത് ശരി. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കുന്ന പോസ്റ്റും കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്കും നെവിനെല്ലാം ലക്ഷ്മിന്ന് മാറ്റി പറയുന്നു. ഞാനൊന്നും കണ്ടിട്ടല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കളി കണ്ടിട്ടാ. ഞാൻ ഫേസ്ബുക്ക് ഒന്നും നോക്കിയില്ല. ഇതിരുന്ന് നെവിനെ ഇപ്പൊ ഇഷ്ടമാണ്. നെവിനെ ഇഷ്ടം നെവിൻ നല്ലപോലെ കളിക്കുന്നു. നിങ്ങളിപ്പോ നെവിന്റെ ആരാധികയായി സമയമായപ്പോ. അല്ല, അനീഷിന്റെ ആരാധിക തന്നെ. പിന്നെ ഇന്നലെ അനീഷിനെ പിടിച്ച് ജയിലിലൊക്കെ ഇട്ടടാ. അതൊരു വിഷമായിരുന്നു. അയ്യോടാ, ഭയങ്കര വിഷമായി പോയി. അതല്ല ഞാൻ ആലോചിക്കുന്നേ, എന്തുവാ ഈ 10-20 ദിവസം കൂടെ കഴിയുമ്പോഴേ നിങ്ങൾ എന്തോ പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. അതില്ല, അവിടെ പോയപ്പോ ലാലേട്ടന്റെ അടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിക്കണ്ടായിരുന്നല്ലേ? അതിന് ലാലേട്ടന്റെ അടുത്ത് ഞാൻ ചോദിക്കാം. ലാലേട്ടൻ സിനിമ സംവിധാനമല്ലല്ലോ. ബേസിൽ ജോസഫിന്റെ അടുത്ത് ഒരു അവസരം ചോദിച്ചു. ആ ജോസഫിന്റെ അടുത്ത് പറയടാ. ഞാൻ പറയാം, എന്റെ കൂടെ പള്ളിപ്പേരെ പഠിച്ചെങ്ങാനോ. എന്നാ പിന്നെ നമ്പർ താ, ഞാൻ പറയാം. നമ്പർ തരണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചായി. പക്ഷെ നിങ്ങളുടെ ഒന്നും മെസ്സേജ് ചിലപ്പോൾ കാണാൻ ചാൻസ് ഇല്ല. പിന്നെ ലാലേട്ടൻ എന്റെ മെസ്സേജ് കണ്ടു. പിന്നെ ഇനി ജോസഫ്. ജോസഫിന്റെ അടുത്ത് ഒരു ചാൻസ് ചോദിച്ചു. അത് ഞാൻ ചോദിക്കാം, മെസ്സേജ് അയച്ചു ചോദിക്കാം. ഞാനും വരണ്ടേ? നീ വരണ എന്റെ ഡ്രൈവറായിട്ട്. എനിക്കൊരു ഡ്രൈവറിന്റെ ആവശ്യമില്ലേ? നിങ്ങൾ ഒരുപാട് വിലയിടിച്ച് കാണുന്നു കേട്ടോ. കാര്യം ഞാനായിരുന്നു ഇതിലെ ഹീറോ. ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ പിന്തള്ളപ്പെട്ട്. എടാ, വണ്ടിക്ക് ഒരു ഡ്രൈവർ വേണ്ടേ? അത് നിങ്ങൾ കാശ് കൊടുത്ത് വേറെ വെക്കണം ഡ്രൈവർ. എന്നെ നിങ്ങളുടെ മോനായിട്ട് അഭിനയിപ്പിക്കാൻ പറയണം. നീ കാശ് കൊടുക്കണ്ട, അതറിഞ്ഞൂടെ? ജോസഫിന് മെസ്സേജ് അയച്ചിട്ട് ജോസഫ് കണ്ടിട്ടുള്ള കാര്യമില്ലേ? ലാലേട്ടൻ കണ്ട് ലാലേട്ടന്റെ അടുത്ത് വരെ നമ്മള് പോയി. പിന്നെ നീ ജോസഫ് പൊട്ടനെ ലോട്ടറി അടിച്ചാണ് നിങ്ങൾ അവിടെ എത്തിയത്. ഈ ജോസഫ് ഒന്നും കാണത്തുമില്ല, മനസ്സിലായല്ലേ? കൂടുതൽ ഓവർ വിളച്ചിലും കാര്യങ്ങളും ഒന്നും വേണ്ട. അതാണ്ട് ഞാൻ ചിക്കൻ ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് ഒന്ന് കഴുകി. എനിക്കൊന്നും വേണ്ട, നീ എടുത്തു വെച്ച് കഴിക്കും. അതെന്താ? ഞാൻ ഇതൊന്നും കഴിക്കത്തുമില്ല. ഇത് നീ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മേടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇത് മൊത്തം എന്നിട്ട് തിന്നുന്നത് നീയല്ലേ? അങ്ങനെ കൊളസ്ട്രോൾ. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആണ് നാട് മൊത്തം പറഞ്ഞു. എന്നാലും ഒരു പീസ് കഴിച്ചോ? ഒരു പീസും വേണ്ട എനിക്ക്. ആരോഗ്യം വേണം. എന്നാലും ഈ സെറ്റ് സാരിയൊക്കെ എവിടെ ഇറങ്ങുന്നത്? സെറ്റ് സാരിയൊക്കെ ഇഷ്ടം പോലെ ഇരിക്കൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ ഉടുക്കാൻ വെക്കൂ. അടിപൊളി. ഇനി ഇരിക്കുന്ന നാളെയും സെറ്റ് സാരിയാ. ചോദിക്കണ്ടത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമായിട്ടാണല്ലേ ഉമ്മ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതൊരു സ്ക്രിപ്റ്റഡ് സാധനമൊന്നും അല്ല, ലൈവിൽ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്താണേലും ബിഗ് ബോസിനെ കാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബിബിയുമ എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു വിലയിരുത്തലും ഇവരുടെ ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങളുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. കാരണം ഞാൻ ബിഗ് ബോസ് അങ്ങനെ ഞാൻ കാണാറില്ല. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ബിഗ് ബോസ് കാണാറില്ല. കാരണം അത് നല്ലൊരു സന്ദേശമല്ല മലയാളികൾക്ക് നൽകുന്നതെന്ന് അറിയാം. പക്ഷേ ബിബിയുമയുടെ ഈ പ്രോഗ്രാം കാണാൻ അല്ലെങ്കിൽ ബിബിയുമ ഇടുന്ന ഒരു വീഡിയോ അത്
കാണാനും വേണ്ടി ഒരുപാട് ആളുകളുണ്ടെന്നുള്ളത് ഭയങ്കര രീതിയിൽ വൈറലായിട്ടുള്ള ഒരു താരമാണ് ഇപ്പോഴത്തെ നമ്മുടെ ബിബി ഉമ്മ എന്ന് പറയുന്ന ബിഗ് ബോസ് ഉമ്മ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. കാരണം ലാലേട്ടന് മെസ്സേജ് അയച്ചിട്ട് ലാലേട്ടൻ കാണാമെങ്കിലാണ് പിന്നെ ബേസിൽ ജോസഫ് കാണാത്തതെന്നാണ് ഉമ്മയുടെ ഒരു ചോദ്യം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അടുത്ത ബിബി ഉമ്മയുടെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.